പല സ്ത്രീകളുടെയും കണ്ണീർ കഥകൾ ഉള്ളുപൊള്ളുന്ന വേദനയോടുകൂടി നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം നൊമ്പരപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടെ നമ്മുടെ സഹോദരിമാർ മുതൽ അമ്മമാർ വരെ കടന്നു പോകാറുമുണ്ട്. ചില സ്ത്രീകൾ കല്യാണം കഴിഞ്ഞാൽ അതുമുതൽ തുടങ്ങുകയാണ് അവരുടെ ദുരിത ജീവിതം. അത്തരത്തിൽപ്പെട്ട ഒരു കഥയാണ് കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും ഇന്ന് പുറത്തു വന്നത്. വീട്ടമ്മയായ സുധ എന്ന് പറയുന്ന 55 വയസ്സുള്ള സഹോദരി ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ മദ്യപിച്ചിട്ടുള്ള അവരുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 61 വയസ്സുള്ള ആളിൽ നിന്നും ഒരുപാട് നേരിട്ടിട്ടുള്ളതാണ് ഈ സുധ എന്ന് പറയുന്ന സഹോദരി. പക്ഷേ കുട്ടികളെങ്കിലും വലുതായാൽ എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരമുണ്ടാവുമെന്ന് ആ സഹോദരി വിചാരിച്ചു. തൊഴിലിൽ പോയിട്ടാണ് അവർ കുടുംബം പോരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോവുകയാണ് ഇവരുടെ ഒരു ജോലി. അതുപോലെ തന്നെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 61 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം മരം വെട്ടാണ് ജോലി. കഴിഞ്ഞ ദിവസം മൂക്കറ്റം കള്ളു കുടിച്ചാണ് ഭർത്താവായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വീട്ടിലെത്തിയത്. അതിനുശേഷം ഇവർ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു ഇതിലാണ് ഇവർ താമസിച്ചു വരുന്നത്. അതിൽ നിന്ന് ഇവർ വഴക്കിലേർപ്പെടുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ഭർത്താവായ ഉണ്ണികൃഷ്ണൻ ഭാര്യയായ സുധ എന്ന് പറയുന്ന സഹോദരിയെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ രക്തം വാർന്ന് ആ സഹോദരി മരണപ്പെടുകയാണ്. ഇദ്ദേഹത്തെ മൊബൈൽ അവിടെ ഉപേക്ഷിച്ച് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മുങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും എല്ലാം പ്രദർശിപ്പിച്ച് പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള പ്രവർത്തനവുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിരുന്നു. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ ആവശ്യാർത്ഥം അവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയ ശേഷം ഡോഗ് ഏകദേശം 200 മീറ്ററോളം ഓടിയ ശേഷം അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വൈകിട്ട് ബിവറേജിൽ മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഘാതകനായ അവരുടെ ഭർത്താവിന് പിടികിട്ടിയത്. വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്ന ആൾക്കാർ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ഫണ്ട് പാസ്സായിരുന്നു. ആ ഫണ്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ ഫോട്ടോ എടുക്കണം. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മേറ്റ് വന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചതാണ്. അവരെവിടെയാണ് എന്ന് അറിയാത്തത് കൊണ്ട് അവരുടെ മകളെ വിളിക്കുന്നു. ആ മകൾ ഫോൺ നമ്പർ കൊടുക്കുന്നു. ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫോൺ അടിയുന്നത്. അപ്പോൾ അയൽവാസിയായ ഒരാളെ കൂട്ടിയിട്ട് അവിടെ പോയി എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയ സമയത്താണ് വീടിൻ്റെ അടുത്തുള്ള ഈ ടാർപ്പായ വലിച്ചു കെട്ടിയ ആ ഷീറ്റിനുള്ളിൽ നിന്ന് ഫോണ് ബെല്ലടിയുന്നു. അവിടെ കയറി പരിശോധിച്ച സമയത്താണ് ഈ സഹോദരി രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. നാട്ടുകാർ പറയുന്നത് അന്ന് രാത്രി അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അതുപോലെ തന്നെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ കള്ളുകുടിയനാണ്, മുഴുത്ത കുടിയനാണ് എന്നാണ് പറയുന്നത്. വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. രാവിലെ ഒരു 8-9 മണിയായിരുന്നു. അപ്പം ഇവിടെ തൊഴിലുറപ്പിൻ്റെ മാറ്റ് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചവരാണ്. ഇവിടെ ആരെയും കാണാനുണ്ടായ എൻ്റെ ഭാര്യയും ഇവിടെ ഉള്ള ഒരു സ്ത്രീയും കൂടി വന്ന് ഉള്ളിൽ കയറി നോക്കുന്നവരാണ് കണ്ടത്. കമ്മന്ന് കിടക്കുന്നത്. എന്താ ഇങ്ങനെ ഒരു സ്ഥിരം പ്രശ്നമുണ്ടോ? അല്ലേക്ക് ഇപ്പോൾ ഒരാഴ്ചത്തോളം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പം കുറച്ചൊരു അല്ലാണ്ട് അധികവും രാത്രിയൊക്കെ ഉണ്ടാവും. മുപ്പര് എന്ത് ജോലി ചെയ്യുന്ന ആളാണ്? മരം വിട്ട് എല്ലാ പണിക്കും പോകും. ഇപ്പം അത്യാവശ്യം കൂലിപ്പണി അല്ലാത്ത പണിക്കും പോകും. കുട്ടികൃഷ്ണനും ഭാര്യ സുധയും മാത്രമാണ് ഇവിടെ താമസം? ഇവിടെ പോലെ ഉള്ളൂ. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ടാണ്. ഒരു മോൻ വേറെ ജോലി ചെയ്യാൻ. ഈ രാത്രി എന്തെങ്കിലും ബഹളമൊക്കെ കേട്ടിരുന്നു? ഒന്നും രാത്രിയൊന്നും അങ്ങനെയൊന്നും കേട്ടില്ല. ഇന്ന് രാവിലെയും കേട്ടില്ല. പൊതുവെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്? മദ്യപിച്ചിട്ട് വരലുണ്ട്. രാത്രി അധികം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കുറച്ചായി ഒരാഴ്ചത്തോളം അങ്ങനൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല. നമ്മളിപ്പം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ചേരുന്നുണ്ട്. ഈ ഒരു നാടിനെ സംബന്ധിച്ച് നട്ടുണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇവർ ആദ്യം ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപത്ത് ഇത്രയും വീടുകളുണ്ടായിട്ട് അവർക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ. ഇപ്പം എന്താ വെച്ചാൽ ദിവസവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. മറ്റിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ദിവസവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ആരും ശ്രദ്ധിക്കാതെ പോയത്. അപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ ഇവരെ പഞ്ചായത്തിൻ്റെ ഒരു വീട് ഇവിടെ പണിയുന്നുണ്ട് ഇവർക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഫണ്ട് കിട്ടും. അപ്പോൾ അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ വന്നപ്പോഴാണ് ഈ വീട് അടഞ്ഞു കിടക്കുന്നതും. അപ്പോൾ മോളെ വിളിച്ച്, അപ്പോൾ മോൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് ഇവരെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ തുറന്നു നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. കഴുത്തിലൊരു വെട്ടാണ്. അപ്പോൾ സംഭവം നടന്ന
ആ ദിവസം വീട്ടിൽ നിന്ന് വഴക്കുകളൊന്നും കേട്ടില്ല എന്നാണ് സംഭവ സ്ഥലത്ത് ദൃക്സാക്ഷികളായ അല്ലെങ്കിൽ അയൽവാസികളായ വ്യക്തികൾ പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇവർ സ്ഥിരം വഴക്കാളികളാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം ഇത്തരം വഴക്കുകൾ സ്ഥിരമായി നടക്കുന്നത് കൊണ്ട് തന്നെ അയൽവാസികളൊന്നും തന്നെ ആ വീട്ടിലേക്ക് എത്തി നോക്കാറില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ മദ്യം തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ തെറികളായിരിക്കും വിളിച്ചു പറയുന്നത്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അയൽവാസികൾ ആരും അങ്ങോട്ട് പോയി നോക്കാറില്ല. അത് തന്നെയാണ് അന്നേ ദിവസവും അവിടെ നടന്നത്. കുടുംബ പ്രശ്നമാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. 2 പെൺകുട്ടികളും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുമാണ്. 2 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ ഭർത്തൃ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെ ഇന്ന് അവിടെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ മൂത്തത് മകനാണ്. ആ മകൻ എന്ന് പറയുന്നത് അവരുടെ ആദ്യ ഭാര്യയിലുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി 1 അല്ല 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യയിലുള്ള ആളാണ് ഈ മകൻ. 2ാമത്തെ ഭാര്യയിൽ ഇപ്പോൾ സുധ എന്ന് പറയുന്ന സഹോദരിക്ക് ഉണ്ടായതാണ് ഈ 2 പെൺമക്കളും. അതുപോലെ തന്നെ ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തോട് ഞാൻ പറഞ്ഞതുപോലെ കൊയിലാണ്ടി ബ്യൂറേജിൻ്റെ സമീപത്ത് വെച്ച് മദ്യം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി സാധിച്ചത്. 100% അദ്ദേഹം തന്നെയാണ് കൊല ചെയ്തത് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. മറ്റാരും അവിടെ എത്തുകയും അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഭർത്താവും അതുപോലെ തന്നെ ഈ ഭാര്യയായ സുധയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നുകൂടി പോലീസ് പറയുകയാണ്. ഏതായാലും സുധ എന്ന് പറയുന്ന സഹോദരിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ വീട്ടിൽ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് രാവും പകലും പദ്ധതിക്കും മറ്റുമെല്ലാം പോയിട്ട് അവർ കുടുംബം പുലർത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് ഭർത്താവായ ഉണ്ണികൃഷ്ണനും മരം വെട്ടടക്കമുള്ള എല്ലാ പരിപാടികൾക്കും അദ്ദേഹവും പോയിരുന്നു. പക്ഷേ അവരുടെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത്. ആ വീടിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് അവർ അടുത്തുള്ള ഈ ഷെഡിൽ താമസിച്ചിരുന്നത്. പക്ഷേ ആ വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരു സമയം പോലും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അവരുടെ ഭാര്യയ്ക്ക് നൽകിയില്ല. അതിന് മുന്നേ തന്നെ കത്തിക്കിരയാക്കി എന്നുള്ള ദാരുണമായ ഒരു സംഭവമാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും നാളെ മരണാനന്തര ചടങ്ങുകളെല്ലാം സ്വന്തം വീട്ടിൽ നടക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.